ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടൊക്കെ വിശ്വസിക്കുന്നു. എന്നെ കുറേയായി നിങ്ങൾ കണ്ടിട്ട് ലോങ് വീഡിയോസ് ചെയ്തിട്ട് എന്ന് എനിക്കറിയാം. ഈ മാസം ഒരു 7th വരെ എന്തായാലും ബിസി കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്നിപ്പം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ഞാനിപ്പം ശരത്തേട്ടൻ്റെ വീഡിയോ, മൂപ്പൻസ് വ്ളോഗ്, ശരത്തേട്ടൻ്റെ വീഡിയോ ഇങ്ങനെ നമ്മളിങ്ങനെ, ഞാൻ പൊതുവേ കുറച്ച്, നിങ്ങൾക്കറിയാം, ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ്. അതിലൊരാളാണ് ശരത്തേട്ടൻ മൂപ്പൻസ് വ്ളോഗ്. അപ്പം ഒരു വീഡിയോ കാണാനിടയായി. കാരിയോട് എന്നാണെന്ന് തോന്നുന്നു അമ്പലത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. കാര്യോട് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം റിപ്പോർട്ടർ ചാനൽ അത് കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം, എനിക്ക് ഈ എഡിറ്റ് ചെയ്ത് വെക്കുന്ന ആ പരിപാടി ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പൻസ് വ്ളോഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ശരത്തേട്ടൻ വളരെ 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 കൃത്യമായിട്ട് അതിനെ വിവരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ആ അമ്പലത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവിടെ തന്നെയുള്ള ഒരു ഡാൻസ് സ്കൂളിൻ്റെ പ്രോഗ്രാം അവർ കമ്മിറ്റിക്കാരൊക്കെ പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം നടത്തി 8:30 എങ്ങാൻ പറഞ്ഞു. പക്ഷെ വേറെ പൂജയും കാര്യങ്ങളും ഒക്കെ, ചിലങ്ക കൊടുപ്പും അതൊക്കെ കഴിഞ്ഞ് 9:30 ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു, ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് 2 കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള കുട്ടികളെ കളിപ്പിക്കാം, ആ 2 കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, അവരെ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി കുട്ടികൾക്ക് ഈ അമ്പലത്തിൽ, അതെനിക്ക് തോന്നുന്നു ഭഗവതി ക്ഷേത്രമോ ഭദ്രകാളി ക്ഷേത്രമോ അങ്ങനെ എന്തോ ആണ്, കാര്യോട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ ആ കുട്ടികളെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പം കാസ്റ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതായിരിക്കാം, റിലീജിയൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതായിരിക്കും. അല്ല, മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സ്ഥലങ്ങളിലും, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അതുണ്ട്. ഈ അമ്പലത്തിലേക്ക് വരിസംഖ്യ, ഒരു പണം ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് 5000 രൂപയാണ്. 100, 200, 500 ഒന്നുമല്ല, 5000 രൂപ ഒരു വീട്ടിൽ നിന്ന് 5000 രൂപ കൊടുക്കണം. അപ്പം അത് ഈ ഡാൻസിൽ കളിക്കുന്നതിലുള്ള കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, വീട് പണി നടക്കുകയാണ്, അരങ്ങേറ്റത്തിന് ഏകദേശം 1 lakh rupees-ഓളം ആവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം കറൻ്റ്ലി സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ആ 5000 രൂപ അമ്പലത്തിലേക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ കുട്ടികളെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ല, അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന്. അതാണ് ഈ അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഈ പറയുന്ന അമ്പല കമ്മിറ്റിക്കാരെ കുറിച്ചിട്ടും ഈ പറയുന്ന വരിസംഖ്യ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല അമ്പലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും സംസാരിക്കണമെന്ന് ഞാൻ ഇതിന് മുന്നേ വിചാരിച്ചതാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അന്ന് ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസണും ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യരുത് എന്നുള്ളത്. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്കത് വിഷയവുമല്ല. ആദ്യത്തെ കാര്യം, എനിക്കത് വിഷയമേ അല്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം, അത് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. അത് പെട്ട ഒരാളാണ് ഞാൻ. അതിനിപ്പോൾ എൻ്റെ നാട്ടിലായാലും വീട്ടിൻ്റെ അപ്പുറത്തായാലും ഞാൻ പറയും. ആ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തീരെ കണ്ടുകൂടാത്ത ആൾക്കാരുകളുണ്ട്. എനിക്കൊരു വിഷയമല്ല അത്. നിങ്ങളിത് കാണുന്നുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾ എന്നെ വെറുതതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അപ്പുറത്ത് എൻ്റെ മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യം ഒരു മനുഷ്യനും ഇല്ല. അതാണ് എൻ്റെ വിജയവും ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങൾ എന്നെ മറ്റേ പല പീഡികത്തിനേലും ഇരുന്ന് കുറ്റം പറഞ്ഞത് കൊണ്ട് തന്നെ സൂര്യൻ എൻ്റെ മുന്നിൽ ഉദിക്കാതിരുന്നിട്ടില്ല. എൻ്റെ വീടിന് മുന്നിൽ മാത്രം അയ്യോ പിന്നെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചട്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഹെലനോസ് പാട്ടിന് മുന്നിൽ ഞാൻ ഉദിക്കുന്നില്ല എന്ന് സൂര്യൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് കുറച്ചാക്കി ഞാൻ കുറച്ച് ദിവസം നിങ്ങൾ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അപ്പോൾ ഇന്നാണ് അതിന് ഒരു മുഹൂർത്തം ഒത്തു വന്നത്. ഈ അമ്പലങ്ങളിലും അമ്പല കമ്മിറ്റിക്കാരുടെയും നമ്മുടെ നാട്ടിലും ഉണ്ട്.
നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള, ഞാൻ അമ്പലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നാട്ടുകാർക്ക് ഇത് മനസ്സിലാവും ഏത് അമ്പലമാണെന്നുള്ളത്. ഇവിടെയും എനിക്ക് തോന്നുന്നു 1000 ആണെന്ന് തോന്നുന്നു ഈ വരിസംഖ്യ എന്ന് പറയുന്ന ഇത്. 1000 രൂപയാണ്. അതിൽ കുറച്ച് കൊടുത്ത ആൾക്കാർക്ക് റെസിപ്റ്റ് കൊടുക്കില്ല ഇവർ. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് 1000 രൂപ കൊടുക്കാനുള്ള ആവതിയില്ല എന്ന് വിചാരിച്ചോ. എനിക്കിന്ന് ഇപ്രാവശ്യം ഈ വർഷം എനിക്ക് 1000 രൂപ കൊടുക്കാനുള്ള എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് 1000 രൂപ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സറിഞ്ഞ ആ അമ്പലത്തിലേക്ക് 500 രൂപയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് റെസിപ്റ്റ് തരില്ല. ബാക്കി 1000 രൂപ കൊടുത്തവർക്ക് മാത്രമേ റെസിപ്റ്റ് ഉള്ളൂ. ഓക്കെ. പിന്നെ മൈക്കിൽ വിളിച്ചു പറയും ഇവർ. മൈക്കിൽ ഇവരിങ്ങനെ വിളിച്ചു പറയും, ഇന്ന മറ്റേ ഭഗീരഥൻ പിള്ള വലിയ വീട്ടിൽ നിന്നല്ല അങ്ങനെ പറയുന്നത്. അതുപോലെ ഇവർ വിളിച്ചു പറയും. ഇന്ന അഡ്രസ്സ് അടക്കം വാർഡ് നമ്പർ, വീട്ടു നമ്പറൊക്കെ വിളിച്ചു പറയും. ഇന്ന വ്യക്തികൾ ഇത്ര പൈസയെ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഈ ഒരു അമ്പലത്തിൽ മാത്രമല്ല, അമ്പല കമ്മിറ്റിക്കാരുടെ തോന്നിയാസങ്ങൾ അരങ്ങേറാറുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു വിശ്വാസിയാണ്, ഞാനത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് ഈ പറയുന്ന ആരാധനാലയങ്ങളിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ദൈവവും എവിടെയും പൈസ ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഈ വരിസംഖ്യയും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടത്തുന്ന ബാക്കിയുള്ള എന്താ പറയുക, ഇപ്പം ഷീറ്റ് ഇടുന്നതാണെന്നുണ്ടെങ്കിലും അന്നദാനമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയർ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസിൻ്റെ ചിലവ്, അതൊക്കെയാണ് ഈ വരിസംഖ്യ വെച്ച് ഇവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിർബന്ധമായിട്ടും നിങ്ങൾ തന്നിരിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങളെ ഇതിലുൾപ്പെടുത്തില്ല. ആ വീട്ടിലുള്ള കുട്ടികളെ ഡാൻസ് കളിപ്പിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടി വന്നാലും ആ വീട്ടുകാരെ ഉൾപ്പെടുത്തില്ല, അവരെ മാത്രം മാറ്റി നിർത്തുക. അത് എവിടുത്തെ ന്യായമാണത്? നിങ്ങൾ ക്ഷേത്ര പാലകരല്ലേ? നിങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആൾക്കാർ. ദൈവം നിങ്ങളോട് രാത്രി മറ്റേ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞോ, ഇന്ന ആളുടെ വീട്ടിൽ നിന്ന് 5000 രൂപ കിട്ടാത്തതുകൊണ്ട് ആ കുട്ടീനെ എൻ്റെ മുന്നിൽ ഡാൻസ് കളിപ്പിക്കരുതെന്ന്? ഏത് ദൈവം പറയൂ അങ്ങനെ? അല്ലെ നിങ്ങളുടെ താരെ പറഞ്ഞത്? ഏത് ദൈവമാണ് പൈസ ചോദിക്കുന്നുള്ളത്? അവനവൻ മനസ്സറിഞ്ഞിട്ട്, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ശരിയാണ്, അമ്പലത്തിൽ എല്ലാ വർഷവും ഉത്സവം നടക്കുന്നുണ്ട്, അന്നദാനം കൊടുക്കുന്നുണ്ട്, റിനോവേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഷീറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചെയർ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പണിയുന്നുണ്ട്. ഞാൻ എൻ്റെ സൈഡിൽ നിന്നും എന്നാൽ കഴിയുന്നത് ഞാൻ അവിടെ കൊടുക്കാം. അത് 1000 ആവട്ടെ, 10,000 ആവട്ടെ, 20,000 ആവട്ടെ, 10 രൂപയാവട്ടെ. ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് തരുന്ന സമയത്ത് നിങ്ങളത് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി അത് വാങ്ങിയ അമ്പലത്തിലേക്ക് ഒരു 10 രൂപ തന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ ആൾക്കാരെ മുന്നിൽ നിങ്ങളാണ് അവിടെ നാണം കിടുന്നത്. അത് മനസ്സിലാക്കണം. മൈക്കിലെ വിളിച്ചു പറഞ്ഞുകൊണ്ടും റെസിപ്റ്റ് കൊടുക്കാണ്ടിരുന്നത് കൊണ്ടും അതിലൊന്നും ഒരു കാര്യമില്ല. ഒരുമാതിരി വെറുപ്പിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. പല അമ്പലങ്ങളിലും നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ ഇവിടെ അങ്ങനെ ഇവര് മദ്യപിച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടീൻ്റെ അമ്മ ഡാൻസ് കളിപ്പിക്കാൻ ഇല്ല, ഈ കുട്ടി ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് റിപ്പോർട്ടർ ചാനലിൽ പറയുമ്പോൾ ആ കുട്ടീൻ്റെ അമ്മ പറയുന്നുണ്ട് അവർ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടീച്ചറിനെയും ഇവരെയൊക്കെ പൊടി അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, തെറി പറയുക, അങ്ങനെയുള്ള അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട് അല്ലേ ക്ഷേത്ര കമ്മിറ്റിക്കാരെ? ഈ കാര്യോട് അങ്ങനെ പറഞ്ഞു, അമ്പലത്തിൻ്റെ നിന്ന് സ്ത്രീകളെ ബഹുമാനിക്കരുത്. സ്ത്രീകളെ ബഹുമാനിക്കണമെന്നല്ല, ഒരു മാനുഷിക പരിഗണനയില്ലേ? നിങ്ങളുടെ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് വന്ന ഒരു ടീച്ചറിനോടും അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആ ടീച്ചറിനെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ടീച്ചറിനെ ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ക്ഷേത്രപാലകരാണ്? എന്ത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ് നിങ്ങൾ? നിങ്ങൾക്ക് ആ ചെയറിൽ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് പറയാം, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് പല ആൾക്കാരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സമാധാനം തേടി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും ആരാധനാലയങ്ങൾ പല വികാരങ്ങളാണ് സമ്മാനിക്കുന്നത്. പല സ്ഥലങ്ങളിലും അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനൊന്നിന് അനന്തുവിൻ്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എവിടെയോ ഉത്സവത്തിന് മറ്റേ DJ പരിപാടികളും കാര്യങ്ങളൊക്കെ വെച്ചതും അതും ഇതൊക്കെ. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതിനോട് DJ പരിപാടിയോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല.
തീരെ എന്ന് പറഞ്ഞാൽ തീരെ എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വരിസംഖ്യ തന്നിട്ടില്ല എന്നുള്ള പേരിൽ കുട്ടികളെ ഡാൻസ് കളിപ്പിക്കാത്തത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അത് നാട്ടുകാർ കണ്ടു നിന്നു എന്നുള്ളതാണ് അതിനേക്കാളും വലിയ കോമഡി. മനസ്സിലായില്ലേ? നിങ്ങൾ ഞാൻ ഓരോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പ്രശ്നം, നിങ്ങൾ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കുഞ്ഞു മക്കൾ എത്രയോ ദിവസത്തെ പ്രാക്ടീസാണ്. ആ കുട്ടീൻ്റെ അമ്മ പറയുന്നുണ്ട്, എക്സാം സമയത്ത് പോലും വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്തത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഈ 5000 ഉലുവക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് 5000 ഉലുവ കൊടുത്തിട്ടില്ല എന്നുള്ള പേരിൽ ആ കുട്ടികൾക്കുണ്ടായ ഒരു വിഷമം നിങ്ങൾ ആലോചിക്കണം. അവർക്കുണ്ടായിട്ടുള്ള അതിനാര് സമാധാനം പറയും? ഇപ്പം നിങ്ങളിപ്പം ഇത്രയൊക്കെ ആ കുട്ടികൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഉത്സവങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുണ്യാളം തളിക്കലുണ്ട്, അത് കഴിഞ്ഞൊരു പ്രശ്നം വെച്ച് നോക്കലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ വരില്ലേ ഇത്? അങ്ങനത്തെ പേടിയൊന്നുമില്ല നിങ്ങൾക്ക്? ക്ഷേത്ര കമ്മിറ്റിക്കാർക്കൊന്നും അതൊന്നും ഇതിൽ വരില്ലേ? കുട്ടികളുടെ കണ്ണീര് അവിടെ വീണതൊന്നും എല്ലാം വരൂലേ? അല്ല, ചിലപ്പോൾ മദ്യത്തിൻ്റെ പുറത്തിന് ഇപ്പം ഒന്നിച്ചിരുന്ന് കണ്ടത്തിൽ മദ്യപിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എടാ മറ്റേ ആ ദിവാകരൻ്റെ വീട്ടിൽ നിന്ന് 5000 രൂപ തന്നിട്ടില്ല, ഓരോ മക്കൾ ഡാൻസ് കളിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ കളിപ്പിച്ച കളയിൽ ബാ ഇന്ന് തന്നെ എല്ലാം സ്റ്റോപ്പ് ആക്കണം, നാലാളെ മുന്നിൽ നാണം കെടുത്തണം, 5000 രൂപ തന്നിട്ടാന്ന് അറിയണം, അങ്ങനെയാണ് എന്നാ അങ്ങനെ. സൂപ്പർ, അടിപൊളി. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ. ഇതിപ്പം വളരെ ചെറിയൊരു കാര്യമായിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പുറത്ത് കൊണ്ടുവരാൻ കാണിച്ചതും നല്ലൊരു തീരുമാനമാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാണ്ടാവണം. ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരിൽ ആരാണോ ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത് അവരൊക്കെ പിരിച്ചുവിടുക. മനസ്സിലായില്ലേ? ക്ഷേത്ര കമ്മിറ്റിക്കാർ മര്യാദക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഒരു ദൈവവും പണം ആവശ്യപ്പെടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. രണ്ടാമത് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ് ഇപ്പം ഈ സ്കാനും കാര്യങ്ങളൊക്കെ ഈ ഹുണ്ടി നമ്മൾ ഭണ്ണാരത്തിൻ്റെ പകരം ഈ സ്കാൻ ഓരോ ദൈവത്തിനും ഓരോ സ്കാനർ വെക്കുന്നതിനോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് എപ്പോഴും പറയാറുള്ളത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം വളരെ വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കമ്മിറ്റിക്കാർ ഈ ചെയ്യുന്നത്, ഈ വരിസംഖ്യ തരാത്ത ആൾക്കാരെ ഒഴിവാക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, അവരുടെ മക്കളെ ഡാൻസ് കളിപ്പിക്കാത്തത്, അല്ലെങ്കിൽ പല അമ്പലങ്ങളിലും പല രീതിയിലാണ് ഇവർ റിവെഞ്ച് എടുക്കുന്നത് ഈ അമ്പല കമ്മിറ്റിക്കാർ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.